നീ ദുബായിലല്ലേ ജോലി ചെയ്യണ്? നിനക്ക് നല്ല ശമ്പളം ഉണ്ടാവൂലേ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടാവൂലേ? എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പേഴ്സണലി നമുക്ക് ഒരു ഗുണമില്ലാത്ത ആളുകളുടെ അടുത്ത് നമ്മുടെ ശമ്പളം എത്രയാണെന്നോ നമ്മൾ എന്ത് ചെയ്യണമെന്നോ നമ്മുടെ ഇൻകം എത്രയാണെന്നോ ഒരിക്കലും ഷെയർ ചെയ്യരുത്. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നമ്മൾ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ അതുപോലെ എന്തിനാണ് മറ്റുള്ളവരും കൂടെ നമ്മൾ അത് അറിയിക്കേണ്ട ആവശ്യം? പൊതുവെ ആളുകൾക്കുള്ള ഒരു ധാരണയാണ് ദുബായിലൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്, ഇത്ര ശമ്പളം കിട്ടി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള കാര്യം പറയാലോ, ദുബായിൽ ഇവിടെ കിട്ടുന്ന ശമ്പളത്തിനാണ് കൂടുതലാണ് ഇവിടെ ചെലവ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പകുതിയോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാണ്. റെന്റും ഫുഡും പിന്നെ നമുക്ക് EMI അങ്ങനെ ക്രെഡിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ പോകും. പിന്നെ നമ്മൾ നടക്കുന്ന ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോകണമെന്ന് പറഞ്ഞ ഒരു ക്രെഡിറ്റ് കാർഡിൽ കൂടെ ആയിരിക്കും. ഇത് എൻ്റെ മാത്രം കാര്യമല്ല, ദുബായിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന എല്ലാവരും ഈ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും കാര്യങ്ങൾ നടത്തുന്നുണ്ടാവുക. നിങ്ങളുടെ ലൈഫിൽ രക്ഷപ്പെടണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും അടുത്ത ക്ലോസ് ആയിട്ടുള്ള ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവരൊഴിച്ച് ഈ കണ്ടാവുമാർക്കൊക്കെ നമ്മുടെ ബാങ്ക് ബാലൻസ് കാണിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ശമ്പളം കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമില്ല.